ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വാ പറഞ്ഞുതരാം. ഹായ്, ഇത് നമ്മുടെ 4th എപ്പിസോഡാണ് നമ്മളുടെ ഷേപ്സ് ടു ലൈഫ് എന്ന സീരീസിന്റെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻ കൺട്രോളിനെ കുറിച്ചാണ്. ലൈൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പിക്ചർ വരച്ച് തുടങ്ങുമ്പോൾ അതിന്മേ മെല്ലെ മെല്ലെ സ്ക്രാച്ച് ചെയ്ത് വരച്ചു. ഇതിനെയാണ് ചിക്കൻ സ്ക്രാച്ചിങ് എന്ന് പറയാം. ഇനി നമ്മളുടെ ലൈൻസ് ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 3 കാര്യം ശ്രദ്ധിക്കണം. അതായത് ഒന്ന്, നമ്മുടെ ലൈനിന്റെ പ്രഷർ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ, പിന്നെ ഡയറക്ഷൻ, പിന്നെ സ്പീഡ്. ഇത് 3ഉം അലൈൻഡ് ആയിട്ട് വന്നാൽ മാത്രമാണ് നമ്മളുടെ മൈൻഡിലുള്ള ലൈൻ പേപ്പറിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലൈൻ കൺട്രോൾ ഉണ്ടാക്കണമെങ്കിൽ ലൈൻസ് വരച്ച് പഠിക്കണം. അതിപ്പോൾ കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് പഠിക്കണം, സർക്കിൾസ് വരച്ച് പഠിക്കണം, സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് പഠിക്കണം, സിംഗിൾ സ്ട്രോക്കിൽ ഇമേജ് വരച്ച് പഠിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ വരയ്ക്കുന്നത് സിംഗിൾ സ്ട്രോക്കിലാണ്. ഇത് എന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ വെറുതെ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അത് നോക്കിയിട്ട് സിംഗിൾ സ്ട്രോക്കിൽ വരച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒരു സാധനം വരച്ച് നോക്കുക. നമുക്ക് സ്ക്രാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പറ്റുന്നുണ്ട്. സ്ക്രാച്ച് ചെയ്യുന്ന ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിക്ചർ എന്താ പറയുക, അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, ഇവിടെ റൂൾസ് ഒന്നുമില്ല, അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റബ്ബ് ചെയ്ത് ശരിയാക്കിയിട്ട് എന്താ പറയുക, അത് അങ്ങനെ തന്നെ ശരിയാക്കി പോവാം. ഒരെണ്ണം ആദ്യം നമ്മൾ സ്ക്രാച്ച് ചെയ്ത് വരച്ചതിന് ശേഷം അതിൻ്റെ മേലെ സ്ട്രോക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു എന്താ പറയുക ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ളൊരു ഇമേജ് വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സിംഗിൾ സ്ട്രോക്ക്, സിംഗിൾ ലൈൻസ് വരച്ച് പഠിക്കുക, കേർവ് ചെയ്തിട്ടുള്ള ലൈൻസ് വരച്ച് പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ ഈ സ്പീഡും ഡയറക്ഷനും അതുപോലെ പ്രഷറൊക്കെ കുറച്ചുകൂടി കൺട്രോൾഡ് ആവും. അപ്പോൾ നമ്മുടെ ഈ 4th എപ്പിസോഡിൽ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, ലൈൻ കൺട്രോൾ എന്താണെന്ന് പഠിച്ചു. ലൈൻ കൺട്രോളിൽ മെയിനായിട്ട് 3 കാര്യങ്ങളുണ്ട്. പ്രഷർ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, സ്പീഡ് ഉണ്ട്. ഇത് 3ഉം കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പിക്ചർ അത്രയും പെർഫെക്റ്റ് സ്ട്രോക്കിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ. വെറുതെ സിംഗിൾ സ്ട്രോക്സിൽ ഓരോ പിക്ചേഴ്സ് വരച്ച് നോക്കുക, അല്ലെങ്കിൽ വെറുതെ ലൈൻസും കേഴ്സും വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.